കോഴിക്കോട് കൊയിലാണ്ടിയിൽ തിരയിൽപ്പെട്ട് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നു. കൽപ്പറ്റ സ്വദേശികളായ അനീസ, വാണി, ബിനീഷ്, ഫൈസൽ എന്നിവരാണ് ഇന്നലെ മരിച്ചത്. അനീസയുടെയും ഫൈസലിന്റെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബം ഏറ്റുവാങ്ങി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായിരുന്നു. രാഹുൽ, അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കിയ, അങ്ങേയറ്റം സങ്കടമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. രക്ഷപ്പെട്ട ഒരാളുടെ പ്രതികരണം കൂടി അല്പസം മുമ്പ് നമുക്ക് കിട്ടുകയും ചെയ്തു. ഏത് രീതിയിൽ വിട പറഞ്ഞവർക്ക് വിട നൽകാനാണ് ഈ നാടിന്റെ ആലോചന, രാഹുൽ? ഹാഷ്മി, ഈ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ 2 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അനീസയുടെയും വാണിയുടെയും പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തിയായിട്ടുള്ളത്. 2 പേരുടെയും മൃതദേഹം കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഫൈസലിന്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ഇനിയുള്ളത് ബിനീഷിന്റെയാണ്. ബിനീഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അകത്ത് പൂർത്തിയായിട്ടുണ്ട്. ഉടൻ തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം 4 പേരുടെ മൃതദേഹം ഒന്നിച്ചായിരിക്കും കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോവുക. അവിടെ എത്തി പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ആശുപത്രിയിൽ രാവിലെ തന്നെ ഈ മരിച്ചവരുടെ ബന്ധുക്കളെല്ലാം തന്നെ എത്തിയിരുന്നു. രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരും വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും 4 പേരുടെ മൃതദേഹം ഉടൻ തന്നെ കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അവിടെ പൊതുദർശനം, പിന്നീടായിരിക്കും ഇന്ന് വൈകിട്ടോടെയായിരിക്കും 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു വന്നത്. 26 പേരടങ്ങുന്ന സംഘമാണ് കൽപ്പറ്റയിൽ നിന്നും ഇന്നലെ രാവിലെ വിനോദസഞ്ചാരത്തിനായി പോയത്. അതിനിടെ കൊയിലാണ്ടിക്ക് സമീപമുള്ള ബീച്ചിൽ, തിക്കോടിയിലെ ബീച്ചിൽ എത്തുകയും 6 പേർ അവിടെ കുളിക്കാൻ ഇറങ്ങുകയുമായിരുന്നു. 5 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. 4 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒരാൾ ജിൻസി രക്ഷപ്പെടുകയായിരുന്നു. ജിൻസിയുടെ പ്രതികരണം നമ്മൾ അല്പം മുമ്പ് കേട്ടതാണ്. ജിൻസി പറഞ്ഞത് ഈ വേലിയിറക്ക സമയമായിരുന്നു. ആ സമയത്താണ് 6 പേരും കടലിൽ കുളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ വേഗം തിരയടിച്ച് കയറുന്നതിനിടെ അവർ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. നാട്ടുകാരുടെ എല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും പക്ഷേ 4 പേരെയും രക്ഷപ്പെടുത്താനായില്ല. അങ്ങനെയാണ് 4 പേരും മരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മൃതദേഹം ഇവിടെ എത്തിച്ചിരുന്നു. പക്ഷേ ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയായിരുന്നു. എന്താണെങ്കിലും വേദനാജനകമായൊരു കാഴ്ചകൾ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉള്ളത്. ഹാഷ്മി, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ, ടി സിദ്ദിഖ് MLA, വി വസീഫ്, ഒരു DYFI സംസ്ഥാന അധ്യക്ഷനൊക്കെ അടക്കമുള്ളവർ അവിടെയുണ്ട്.